വോട്ടർ പട്ടികയിലെ പേര് ഓൺലൈനായി നീക്കം ചെയ്യുന്നതിൽ ക്രമക്കേട് തടയാൻ പുതിയ പരിഷ്കരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനും ഈ സൈൻ നിർബന്ധമാക്കി. വോട്ടറുടെ ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പർ ഉപയോഗിച്ച് ഇനി മുതൽ പേരുകൾ നീക്കം ചെയ്യാൻ കഴിയൂ. ബി ബാലഗോപാൽ വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ പുതിയ മാറ്റം വരികയാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ വോട്ടർമാരൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. വോട്ടർ പട്ടികയിൽ ഓൺലൈനായി പേര് ചേർക്കുക, അതായത് പോർട്ടൽ വഴിയോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ വഴിയോ അതല്ല ആപ്പ് വഴിയോ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സുപ്രധാനമായ ഈ പരിഷ്കരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരിക്കുന്നത്. നേരത്തെ ഈ വോട്ടർ പട്ടികയിൽ ക്രമരഹിതമായി ക്രമക്കേടുകളൊക്കെ നടത്തി പേരുകൾ നീക്കം ചെയ്യുന്നു, ഓൺലൈനായി പേര് നീക്കം ചെയ്യുന്നു എന്ന ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പുതിയ പരിഷ്കരണം നടത്തിയിരിക്കുന്നത്. പുതിയ പരിഷ്കരണ പ്രകാരം ഈ ഓൺലൈനായി പേര് ചേർക്കുമ്പോഴോ പേര് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഈ സൈൻ നിർബന്ധമാക്കിയിരിക്കുന്ന, അതായത് നമ്മൾ നേരത്തെ ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഈ വോട്ടർ പട്ടികയിലെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കാർഡിലെ നമ്പർ എപ്പിക് നമ്പറുമായി ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ നീക്കം ചെയ്യാമായിരുന്നു. ഇനി മുതൽ വോട്ടറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പർ ഉപയോഗിച്ച് മാത്രമേ ഈ നീക്കം ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ. അതായത് നമ്മൾ ഇപ്പോൾ ഈ പേരിൽ മാറ്റം വരുത്തുന്നതിനോ അല്ലെങ്കിൽ നീക്കം ചെയ്യുന്നതിനോ പേര് ഉൾപ്പെടുത്തുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ ലോഗിൻ ചെയ്യണം. തുടർന്ന് നമ്മുടെ ടെലിഫോൺ നമ്പർ ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പർ മാത്രമേ അത് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു OTP അതേ നമ്പറിലേക്ക് വരുന്നതായിരിക്കും. അതുവഴി ഈ ക്രമക്കേടുകൾ തടയാൻ വേണ്ടി കഴിയുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നത്. കാരണം നേരത്തെ ഏതെങ്കിലും ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വെരിഫിക്കേഷനുകൾ ഒന്നും തന്നെ നടന്നിരുന്നില്ല. ഇനി മുതൽ ഈ സൈൻ നിർബന്ധമാക്കിയതുകൊണ്ട് സ്വന്തം ആധാറുമായി ബന്ധപ്പെടുത്തിയ ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്താനോ പേര് നീക്കം ചെയ്യാനോ അതല്ലെങ്കിൽ പേരിൽ തിരുത്തൽ വരുത്തുന്നതിനോ സാധിക്കുകയുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ഒരു നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചന. കാരണം ഇന്നലെ മുതലാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇനി മുതൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പേര് ഓൺലൈനായി, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ വഴിയോ അതല്ല ഈ ആപ്പ് വഴിയോ പേര് ചേർക്കണമെങ്കിൽ ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കണമെന്നാണ് ഇപ്പോൾ കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. മോത്തി, ശരി. ബി ബാലഗോപാലാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. ബാലഗോപാലൻ നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.